അടുത്തതായി പോളൻ വയബിലിറ്റി. പോളൻ വയബിലിറ്റി എന്ന് പറഞ്ഞാൽ വൺസ് പോളൻ ഗ്രെയിൻ റിലീസ് ചെയ്തതിന് ശേഷം എത്രമാത്രം നേരം അതിന് എലൈവായിട്ട് ആക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റുമോ അതിനെ വിളിക്കുന്ന പേരാണ് പോളൻ വയബിലിറ്റി. എത്ര നേരം റിമെയിൻ എലൈവായിട്ട് അഥവാ ആക്റ്റീവായിട്ട് പോളൻ ഇരിക്കുന്നോ അതിനെ പറയുന്ന പേരാണ് പോളൻ വയബിലിറ്റി. അത് ഓരോ പ്ലാന്റിൻ്റെ പോളൻ ഗ്രെയിൻസിനും അല്ലെങ്കിൽ സ്പീഷീസിനും ഡിഫറെൻ്റ് ആയിരിക്കും, എല്ലാം ഒരുപോലെ ആയിരിക്കില്ല. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു വെച്ചാൽ ആ പോളൻ ഗ്രെയിൻ റിലീസ് ചെയ്യുന്ന സമയത്തുള്ള അവിടുത്തെ പ്രിവെയിലിംഗ് ആയിട്ടുള്ള ടെമ്പറേച്ചർ ആൻഡ് അവിടുത്തെ ഹ്യൂമിഡിറ്റി, ഇത് രണ്ടിനെയായിരിക്കും മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്യുക. സോ പോളൻ വയബിലിറ്റി എന്ന് പറഞ്ഞ സാധനം ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രിവെയിലിംഗ് ടെമ്പറേച്ചർ ആൻഡ് ഹ്യൂമിഡിറ്റി. ഇനി നോക്കുകയാണെങ്കിൽ നമ്മുടെ സീരിയൽസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ റൈസ്, വീറ്റ്, ഈ റൈസും വീറ്റിൻ്റെയൊക്കെ പോളൻ ഗ്രെയിൻസ് ഷെഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഒരു 30 മിനിറ്റ്സ് മാത്രമേ വയബിൾ ആയിട്ടിരിക്കാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. 30 മിനിറ്റ്സ് അതിൻ്റെ ടൈമാണ്. 30 മിനിറ്റ്സ് മാത്രമേ അത് വയബിൾ ആയിട്ട് ഇരിക്കുള്ളൂ. അതേസമയം നമ്മൾ റോസേസിയെ, ലെഗുമിനേസിയെ, സൊളാനേസിയെ എന്നീ ഫാമിലിയിലുള്ള പ്ലാന്റ്സിൻ്റെ പോളൻ ഗ്രെയിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് ഒരുപാട് മാസങ്ങളോളം വയബിളായിട്ടിരിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ചില പ്ലാന്റ്സ് ജസ്റ്റ് 30 മിനിറ്റ്സ് ആയിരിക്കും, ചില പ്ലാന്റ്സിൻ്റെ പോളൻ ഗ്രെയിൻസ് കുറേ മാസങ്ങളോളം ഇരിക്കും. ഇനി നമുക്ക് ഇനിയും ഇതിൻ്റെ വയബിലിറ്റി കൂട്ടാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്പേം അഥവാ സെമനൊക്കെ നമ്മൾ ആർട്ടിഫിഷ്യലി സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷന് വേണ്ടി, കൃത്രിമ ഗർഭധാരണം നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ സ്പേമുകളും സെമനുകളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ പോളൻ ഗ്രെയിൻസ്, ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് സ്പീഷീസിൻ്റെ പോളൻ ഗ്രെയിൻസ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചറിലാണ്. ആ ടെമ്പറേച്ചറാണ് -196 ഡിഗ്രി സെൽഷ്യസ്. സോ പോളൻ ഗ്രെയിൻസുകളെ -196 ഡിഗ്രി സെൽഷ്യസ് ലിക്വിഡ് നൈട്രജനിൽ സ്റ്റോർ ചെയ്യണത്. ലിക്വിഡ് നൈട്രജനിലാണ് അതിനെ സ്റ്റോർ ചെയ്യണം. സോ -190 ഡിഗ്രി സെൽഷ്യസ് ലിക്വിഡ് നൈട്രജനിൽ ഈ പോളൻ ഗ്രെയിൻസുകളെ ഇതുപോലത്തെ പ്ലാന്റിൻ്റെ ഡിഫറെൻറ്റ് പാർട്സുകൾ നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്രയോ പ്രിസർവേഷൻ. അതിൻ്റെ പേരാണ് ക്രയോ പ്രിസർവേഷൻ. ഈ ക്രയോ പ്രിസർവേഷൻ വഴി സ്റ്റോർ ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് അഥവാ സീഡുകൾ അതൊക്കെ ഒരുപാട് വർഷങ്ങൾ, എത്ര വർഷം വേണമെങ്കിലും നമുക്കിതിനെ ഈ ക്രയോ പ്രിസർവേഷൻ മെത്തേഡ് വഴി സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇത് നമുക്കിതിനെ പോളൻ ബാങ്ക് എന്ന് പറയും. സീഡ് ബാങ്ക് ഒക്കെ കേൾക്കുന്ന പോലെ പോളൻ ബാങ്ക്. ഈ പോളൻ ബാങ്കുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്രോപ്പ് ബ്രീഡിംഗ് പ്രോഗ്രാമുകൾക്ക് അവർക്ക് ഡിസൈഡ് വെറൈറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ബാങ്കിൽ പോയിട്ട് പോളൻ ബാങ്കിൽ നമുക്ക് ആവശ്യമുള്ള ടൈപ്പ് പോളൻ ഗ്രെയിൻസിനെ സെലക്ട് ചെയ്ത് ക്രോപ്പ് ബ്രീഡിംഗ് പ്രോഗ്രാമുകൾക്ക് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അതാണ് പോളൻ ഗ്രെയിൻസിനെ സ്റ്റോർ ചെയ്യുന്ന മെത്തേഡ് -190 ഡിഗ്രി സെൽഷ്യസ് ലിക്വിഡ് നൈട്രജൻ. ആ മെത്തേഡിൻ്റെ പേരാണ് ക്രയോ പ്രിസർവേഷൻ. സോ പോളൻ വയബിലിറ്റി സ്റ്റോർ ചെയ്യണമെങ്കിൽ നമുക്ക് ക്രയോ പ്രിസർവേഷൻ മെത്തേഡുകളിലൂടെ നമുക്കതിനെ സ്റ്റോർ ചെയ്യാൻ പറ്റും.